ഒരു കാര്യം ശ്രീ എം കെ ഹരിദാസ്, എന്തായാലും ഹൈക്കോടതി ജാമ്യം നൽകുമ്പോഴും ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനെ കൊണ്ട് കോടതിയിൽ സമ്മതിപ്പിച്ചിട്ടുമുണ്ട്. അതിനുശേഷമാണ് ജാമ്യം നൽകിയത്. സോഷ്യൽ മീഡിയയിൽ ഇനി ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ പ്രയോഗിക്കുകയില്ല എന്ന്, അതായത് ഇത്രയും നാളും എന്താണോ ബോബി ചെമ്മണ്ണൂർ നടത്തിക്കൊണ്ടിരുന്നത് അത് ഇനി അനുവദിക്കില്ല എന്ന്. അപ്പോൾ ഹൈക്കോടതി ഇത് കൃത്യമായ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാമ്യ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ജാമ്യം നൽകി എന്നതേ ഉള്ളൂ, അത് നൽകാവുന്നതാണ്. ജാമ്യം നൽകി, പക്ഷേ കർശനമായ വ്യവസ്ഥകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഉപാധികളില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സാധാരണ വ്യവസ്ഥകൾ എന്നും പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുമുണ്ട്. കോടതി ഈ വിഷയത്തിനെ എത്രത്തോളം വളരെ ഗൗരവകരമായി കാണുന്നു എന്നുള്ളത് 14 പേജിലൊരു ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിന് 14 പേജ്. ഞാൻ ഒരുപാട് അഭിഭാഷകരോടൊക്കെ മഞ്ജുഷ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ എല്ലാവരും പറയണത് ഇത് വളരെയധികം അത്രയധികം ഗൗരവത്തോട് കൂടിയിട്ട്, കാരണം 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറിച്ചു നോക്കുകയോ ഒരു സ്ത്രീയെ നോക്കുകയോ സാധാരണഗതിയിൽ നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റകരമായി കേസെടുക്കാവുന്ന നിയമമുള്ള ഒരു രാജ്യത്ത്, അതേ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്ത് അമ്മയുടെ പ്രായമെന്നോ സഹോദരിയുടെ പ്രായമെന്നോ പിതാവിൻ്റെ പ്രായമെന്നോ നോക്കാതെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തനിക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം മറ്റുള്ളവരെ അവഹേളിക്കുന്ന ഈ വ്യക്തിക്ക് നമ്മുടെ ഈ കോടതി കൊടുത്തിട്ടുള്ളത് അങ്ങേയറ്റം, നമ്മൾ പറയില്ലേ. ഇനി ഒരു കാര്യം ഞാൻ മഞ്ജുഷിനോട് പറയാം, ഈ കേസിൽ ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി 5 കൊല്ലം കഴിഞ്ഞാലും 6 കൊല്ലം കഴിഞ്ഞാലും ശിക്ഷിക്കപ്പെടാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ 6 ദിവസത്തെ ഈ തടവ് ശിക്ഷ എന്ന് പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഈ പ്രശസ്തിക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോപ്രായ തരങ്ങളും ആഭാസ തരങ്ങൾക്കും നമ്മുടെ നീതി നിയമ സംവിധാനത്തിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മറുപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ ജയിലിൽ നിന്നും റിമാൻഡ് തടവുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടേ പുറത്തിറങ്ങൂ എന്നുള്ളത് വാശിയുണ്ടല്ലോ. അതിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കിട്ടുന്ന ഒരു മാലയിട്ട് സ്വീകരണത്തേക്കാൾ പബ്ലിസിറ്റി അതിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. പബ്ലിസിറ്റി എങ്ങനെ കിട്ടണം എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയിലെ എല്ലാവരെയും കടത്തിവെട്ടുന്ന വിധത്തിലുള്ള കൂർമ്മ ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഇന്ന് ഇപ്പം ഈ കാണിക്കുന്ന നാടകം, പിന്നെ എനിക്ക് ഈ പുറത്ത് കൂടിയിട്ട് ഇപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ളവരെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. PV അൻവർ നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിലെ എന്താ അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ജാഥയിൽ നിങ്ങൾ തന്നെ ഒരു സ്ത്രീയോട് ചോദിച്ചു, എന്താ എവിടുന്നാ വന്നിരിക്കുന്നത്? ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ്, ഞാൻ സിനിമ ഷൂട്ടിങ്ങിനാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ നാടാണ് കേരളം എന്നിരിക്കെ, ഇന്നിപ്പോൾ ജയിലിന്റെ പുറത്ത് ഈ ബോബി ചെമ്മണ്ണൂരിന് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കുന്നവരൊക്കെ ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകരാണെന്ന് ബോബി ചെമ്മണ്ണൂർ ധരിച്ച അവശനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ഇദ്ദേഹം അങ്ങേയറ്റം ആഭാസനാണ്. ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടിട്ട് അച്ഛന്റെ പ്രായമുള്ളവരാവട്ടെ, അമ്മയുടെ പ്രായമുള്ളവരാവട്ടെ, സഹോദരിയുടെ പ്രായമുള്ളവരാവട്ടെ, തൻ്റെ കയ്യിൽ കിട്ടുന്നത് വഴുതനങ്ങയായാലും അത് പഴംപൊരിയായാലും തേങ്ങയായാലും കോഴിമുട്ടയായാലും ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അന്നേക്ക് തനിക്ക് കിട്ടേണ്ട പബ്ലിസിറ്റി നിലനിർത്തുന്ന ഈ മനുഷ്യന് ഇത്തരത്തിലൊരു ശിക്ഷ 6 ദിവസത്തെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത്